പുറമേ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിലെ സുന്ദരമായ ലോകമാണ് ഒരു എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂവിൻ്റെത്. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ, എപ്പോഴും മികച്ച വസ്ത്രങ്ങൾ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുള്ള യാത്രകൾ, ആഡംബര ഹോട്ടലുകളിലെ വിശ്രമം, ഇതെല്ലാം ഒരു മായാലോകം പോലെയാണ് പൊതുസമൂഹത്തിന് തോന്നാറ്. സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന നിറപ്പകുട്ടുകളുള്ള ചിത്രങ്ങളും വീഡിയോകളും ഈ ധാരണയ്ക്ക് കൂടുതൽ ബലം നൽകുന്നു. എന്നാൽ ഈ വർണ്ണാഭമായ ജീവിതത്തിന്റെ മറുവശം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ക്യാബിൻ ക്രൂ അംഗം തന്നെ രംഗത്തെത്തിയത് ഈ പൊതുധാരണകളെ തിരിച്ചു കുറിച്ചുകൊണ്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ പുറം ലോകം കാണുന്ന ഗ്ലാമറസ് ജീവിതത്തിന് എത്രത്തോളം വിപരീതമാണെന്ന് ഈ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നു. ഇൻഡിഗോ എയർലൈൻസിലെ ക്യാബിൻ ക്രൂ അംഗമായ ഗുഞ്ചൻ ബർമനാണ് തന്റെ ജോലിയിലെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പങ്കുവച്ചത്. ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാത്ത ക്യാബിൻ ക്രൂ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ന കുറിപ്പോടെയാണ് ഗുഞ്ചൻ തന്റെ വീഡിയോ ആരംഭിക്കുന്നത്. വെറുമൊരു വീഡിയോ എന്നതിലുപരി അവരുടെ ഓരോ വാക്കുകളും ഈ ജോലിയുടെ ആഴത്തിലുള്ള വെല്ലുവിളികളിലേക്ക് വെളിച്ചം വീശുന്നവയായിരുന്നു. വിമാനയാത്ര സുരക്ഷിതവും സുഖപ്രദവുമാക്കാൻ ഓരോ ക്യാബിൻ ക്രൂ അംഗവും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടലുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഗുഞ്ചൻ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഒരു വിമാനത്തിൽ 200-ലധികം യാത്രക്കാരെ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഓരോ യാത്രക്കാരന്റെയും ആവശ്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു ദിവസം 4 വിമാനങ്ങൾ വരെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നും ചിലപ്പോൾ വിമാനങ്ങൾ വഴിതിരിച്ചു വരുന്നത് കാരണം ഈ എണ്ണം 5-ഓ അതിലധികമോ ആയി ഉയരുന്നുവെന്നും അവരുടെ ജോലിഭാരം എത്ര വലുതാണെന്നും ഇത് വ്യക്തമാക്കുന്നു. ഈ തുടർച്ചയായ യാത്രകൾ അവരുടെ ശരീരത്തെയും മനസ്സിനെയും വല്ലാതെ തളർത്തുന്നുണ്ട്. ഗുഞ്ചൻ വിശദീകരിച്ച മറ്റൊരു യാഥാർത്ഥ്യം ലോ ഓവറുകളെ കുറിച്ചാണ്. സാധാരണയായി ലോ ഓവറുകൾ വിദേശ രാജ്യങ്ങളിലെ ആഡംബര ഹോട്ടലുകളിൽ ചെലവഴിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങളായിട്ടാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ പലപ്പോഴും ലോ ഓവറുകൾ വിശ്രമിക്കാനുള്ള സമയം പോലും നൽകാറില്ല. യാത്രയും ക്ഷീണവും അടുത്ത ഫ്ലൈറ്റിനായുള്ള ഒരുക്കങ്ങളും അവരുടെ വിശ്രമ സമയം ഇല്ലാതാക്കുന്നു. അവസാന നിമിഷം ഉണ്ടാകുന്ന റോസ്റ്റർ മാറ്റങ്ങളും അവരുടെ ജീവിതത്തെ താറുമാറാക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾക്കായി പ്ലാൻ ചെയ്ത ദിവസങ്ങൾ അവസാന നിമിഷം റദ്ദാക്കേണ്ടി വരുന്നത് അവരുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ജന്മദിനങ്ങൾ, ഉത്സവങ്ങൾ, മറ്റ് പ്രധാനപ്പെട്ട കുടുംബാവസരങ്ങൾ എന്നിവ പലപ്പോഴും അവർക്ക് നഷ്ടമാകുന്നു. ഒരു മെഡിക്കൽ ലീവ് എടുക്കാൻ പോലും ഒന്നിലധികം തലത്തിലുള്ള പരിശോധനകൾ ആവശ്യമാണെന്നും അസുഖം ഉണ്ടായിട്ടും ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെന്നും അവർ വെളിപ്പെടുത്തി. ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു പുഞ്ചിരിയോടെ ഓരോ യാത്രക്കാരനെയും സ്വാഗതം ചെയ്യേണ്ടത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ഈ ജോലിയിൽ അവർ നേരിടുന്ന ശാരീരിക വെല്ലുവിളികൾ വളരെ വലുതാണ്. തുടർച്ചയായി മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ജോലി, ഭാരം കൂടിയ ട്രോളികൾ തള്ളുക, വിമാനത്തിനുള്ളിലെ വായു സമ്മർദ്ദങ്ങളിലെ വ്യതിയാനങ്ങൾ, ഉറക്കമില്ലായ്മ കാരണം ഉണ്ടാകുന്ന ജെറ്റ് ലാഗ് തുടങ്ങിയവയെല്ലാം അവരുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. പുറമെ പുഞ്ചിരിക്കുമ്പോൾ പോലും ഉള്ളിൽ ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. മാനസിക വെല്ലുവിളികൾ ഇതിലും വലുതാണ്. യാത്രക്കാരുടെ മോശം പെരുമാറ്റം, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ, അടിയന്തര സാഹചര്യങ്ങളിലെ സമ്മർദ്ദം എന്നിവയെല്ലാം അവരെ മാനസികമായും വീണ്ടും തളർത്തുന്നു. എന്നാൽ ഒരു കാരണവശാലും അവർക്ക് തങ്ങളുടെ വികാരങ്ങൾ പുറത്തു കാണിക്കാൻ പറ്റില്ല. ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ നിരവധി ആളുകളാണ് ഗുഞ്ചന്റെ സത്യസന്ധമായ വെളിപ്പെടുത്തലിന് കൈയടിച്ചത്. പലരും ക്യാബിൻ ക്രൂവിന്റെ ത്യാഗത്തെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റുകൾ ചെയ്തു. ഇത്രയും ത്യാഗം ചെയ്തിട്ടും ആകാശത്തിലെ വീരന്മാർ എപ്പോഴും തിളങ്ങുന്നു എന്നൊരു കമന്റ് ഈ ജോലിയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നു. യാത്രക്കാരുടെ സുരക്ഷയും സുഖവും ഉറപ്പാക്കുന്നതിൽ ക്യാബിൻ ക്രൂവിന്റെ പങ്ക് വളരെ വലുതാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷകരായി മാറുന്നതും ഓരോ യാത്രക്കാരനും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതും അവരാണ്. എന്നാൽ പലപ്പോഴും യാത്രക്കാർ ഈ സേവനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ തുറന്നു പറച്ചിൽ എയർലൈൻ വ്യവസായത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. തൊഴിലാളികളുടെ ക്ഷേമം, ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഈ വെളിപ്പെടുത്തൽ എയർലൈൻ കമ്പനികളെ പ്രേരിപ്പിക്കണം. ക്യാബിൻ ക്രൂവിന്റെ ജീവിതം വെറും ഒരു ഗ്ലാമറസ് ജോലി എന്നതിനപ്പുറം കഠിനാധ്വാനവും ത്യാഗവും നിറഞ്ഞതാണെന്ന് പൊതുസമൂഹത്തിന് കൂടുതൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഈ വെല്ലുവിളികളെല്ലാം നേരിട്ട് ഓരോ യാത്രക്കാരനും സുരക്ഷിതമായ യാത്ര ഒരുക്കുന്ന എല്ലാ ക്യാബിൻ ക്രൂ അംഗങ്ങളും യഥാർത്ഥത്തിൽ ആകാശത്തിലെ വീരന്മാർ തന്നെയാണ്.